മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനീഷേട്ടനും അനുമോളും കൂടെ നല്ല എഴുത്താണ്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് വയ്യെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഉറങ്ങിയിട്ട് അനുമോൾ എഴുതിയാൽ മതിയെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇന്ന് എനിക്ക് ഉറക്കമൊന്നുമില്ല, ഞാനിതെന്താണെങ്കിലും എഴുതി തീർത്തിട്ടെ ഞാൻ ഇന്ന് കിടക്കുമെന്ന് പറയുന്നുണ്ട്. അനീഷേട്ടൻ വേണമെങ്കിൽ കിടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ഇല്ല, ഞാൻ എന്നൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തിട്ടേ ഞാനിത് എന്താണെങ്കിലും ഇന്ന് ഉറങ്ങൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നല്ല രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ റെന ഫാത്തിമ പുറത്ത് വന്നിട്ട് കുറേ നേരം അനുമോളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അവരുടെ അടുത്ത് തന്നെ വന്ന് നിന്നു. അപ്പോൾ ബിഗ് ബോസ് അപ്പം തന്നെ അനൗൺസ് ചെയ്തു, സന്ദർശന സമയത്ത് മാത്രമാണ് ജയിലിൻ്റെ അടുത്ത് ആൾക്കാർ നിൽക്കാൻ പാടുള്ളൂ, അല്ലാത്ത സമയത്ത് അനുവദനീയമല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വട്ടം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മുടെ റെന ഫാത്തിമ അവിടുന്ന് ചമ്മിയിട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ജിസേലിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് അനുമോളെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന അത്രയും ട്രിഗർ ചെയ്യുന്നുണ്ട് നമ്മുടെ റെന ഫാത്തിമ. അനുമോൾ ബിഗ് ബോസ് ജയിലിൽ നിന്ന് പൊട്ടിക്കരയും ചെയ്തിട്ടുണ്ട്. റെന ഫാത്തിമ വന്ന് ഓവറായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് അത് ആദിലനോട് പറയുകയും ചെയ്തു. അപ്പോൾ ആദില പറഞ്ഞു നീ കരയാനൊന്നും നിൽക്കണ്ട, നീ നല്ല ബോൾഡായിട്ട് നിൽക്കുക, ഇവിടെ കിടന്ന് കരയേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അനീഷേട്ടനും അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം കരഞ്ഞാൽ മതി, അനാവശ്യമായ സമയത്ത് നമ്മൾ കരയാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക.